ഈ തിരുവനന്തപുരത്ത് ആളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇപ്പോൾ വഞ്ചൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡാണ്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഒരാൾ, അതായത് ഈ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് വന്ന ഒരാൾ, അയാൾ തമിഴ്നാട്ടുകാരനാണെന്നുള്ളതാണ് ഈ ഓട്ടോ ഡ്രൈവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ വിളിച്ചതിന് ശേഷം തമ്പാനൂരിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങോട്ടേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ തകരപ്പറമ്പ് ഭാഗത്ത് വെച്ച് രണ്ടംഗ സംഘം, ഈ കാറിൽ വന്ന ഏതാണ്ട് എട്ടംഗ സംഘമാണ് ഇവിടേക്ക് എത്തി. ഈ തകരപ്പറമ്പിലേക്ക് എത്തി ബലമായി ഇയാളെ ഈ വാഹനത്തിൽ നിന്ന്, ഈ ഓട്ടോയിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോയത് എന്നുള്ളതാണ് ഈ ഡ്രൈവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇയാൾ എവിടെ നിന്ന് വന്നതാണ് എന്ന് അറിയില്ല. അയാൾ തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഓട്ടോ ഡ്രൈവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അയാൾ തിരുനെൽവേലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നതും കൂടി ഇയാൾ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വഞ്ചൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിന് തൊട്ട് സമീപത്ത് തന്നെ ഈ തട്ടിക്കൊണ്ടുപോയ രണ്ട് സ്വിഫ്റ്റ് കാറുകൾ, അതായത് ഗ്രേ വെള്ള നിറത്തിലുള്ള രണ്ട് സ്വിഫ്റ്റ് കാറുകൾ ഉണ്ടായിരുന്നു. ഇയാൾ പോകുന്ന സമയത്ത്, ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഇയാളെ പിന്തുടർന്നുകൊണ്ടാണ് ഇവരെ തട്ടിക്കൊണ്ട് പോയതെന്ന് കൂടി ഓട്ടോ ഡ്രൈവർ ഈ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡിന് തൊട്ട് സമീപത്തുള്ള ഈ കടയിലെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവരെ തിരിച്ചറിയാനുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇയാൾ എവിടെ നിന്ന് വന്നതാണ് എന്നുള്ളതാണ്. ആദ്യം ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് നമ്മൾക്ക് വിചാരിച്ചിരുന്നൊരു കാര്യം വിദേശത്ത് നിന്ന് വന്ന ആളാണെന്നാണ്. പക്ഷേ അവസാനം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാൾ ഇവിടെ നിന്നും, അതായത് ഈ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയാണ് ഓട്ടോ പിടിച്ചതെന്നുള്ളതാണ്. KLCQ 21 എന്ന ആ നമ്പറിൽ ഉള്ള ഓട്ടോയിലാണ് അയാൾ യാത്ര ചെയ്തത്. അതിനുശേഷം ഇയാളെ പിന്തുടർന്നുകൊണ്ട് ഇവരെ പിടിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു, ബലം പ്രയോഗിച്ച് ഇങ്ങനെ കൊണ്ടുപോകുകയായിരുന്നു എന്നുള്ളതാണ് ഓട്ടോ ഡ്രൈവറുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്നുള്ളതാണ്. ഏതായാലും ഇനി പോലീസിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ ഈ വാഹനം കണ്ടെത്തണം. ഈ കേരള രജിസ്ട്രേഷനുള്ള വാഹനം തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ വന്നവർ എന്നുള്ളതാണ്. ഈ തകരപ്പറമ്പ് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും സമീപ പ്രദേശങ്ങളിലൊക്കെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന ഈ പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അന്വേഷണം പുരോഗമിക്കുകയാണ്.